Hello, children. Let us do Nelson Mandela Long Walk to Freedom. That is the second lesson of your English. ഇതൊരു ഓട്ടോബയോഗ്രഫിയാണ്. ഓട്ടോബയോഗ്രഫീൻ്റെ അർത്ഥം എന്താണ്? ഓട്ടോബയോഗ്രഫി ഇസ് സംതിങ് റിട്ടൺ ബൈ എ പേഴ്സൺ അബൌട്ട് ഹിംസെൽഫ്. ഓക്കെ, ഇപ്പോൾ നെൽസൺ മണ്ടേല ഇതിൽ നെൽസൺ മണ്ടേല ലൈഫിൽ നടന്ന കാര്യങ്ങൾ എഴുതിയൊരു ബുക്കാണ്. ആ ബുക്കിൻ്റെ പേരാണ് ലോങ് വാക്ക് ടു ഫ്രീഡം. അപ്പോൾ ഈ ലെസണിൽ ജസ്റ്റ് ആൻ എക്സ്ട്രാക്ട് ഫ്രം ദാറ്റ് ബുക്ക് ഈസ് ഗിവൺ ഫോർ യു. ഓക്കെ, ഇനി നെൽസൺ മണ്ടേലൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരുന്നത് അപ്പാർത്തൈഡാണ്. ഈ അപ്പാർത്തൈഡിനെ പറ്റിയിട്ട് നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്, പോളിറ്റിക്സിലായിരുന്നു. വാട്ട് ഈസ് അപ്പാർത്തൈഡ്? അപ്പാർത്തൈഡ് ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് പീപ്പിൾ വർ ഡിഫറൻഷ്യേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദിയർ സ്കിൻ കളർ. ഓക്കെ, ഇപ്പോൾ നമ്മളെ പോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിലും ബ്രിട്ടീഷ് റൂളായിരുന്നു. അവർക്ക് ബ്രിട്ടീഷേഴ്സിൽ നിന്ന് ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടി. പിന്നെ 1948 എലക്റ്റായിട്ട് വന്ന ഗവൺമെൻറ്റാണ് ഈ അപ്പാർത്തൈഡിനെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആ ഗവൺമെൻറ് ഫുൾ വൈറ്റിൻ്റെ ഗവൺമെൻറ് ആയിരുന്നു. അപ്പോൾ അവർ അവിടെ ഭയങ്കര പവർഫുൾ ആയിരുന്നു. ബട്ട് ഇതിലൊരു സർപ്രൈസിങ് തിങ് എന്താണ്, അവർ മൈനോറിറ്റി ആയിരുന്നു. അവിടുത്തെ നേറ്റീവ് ആൾക്കാർ ഫുൾ ബ്ലാക്ക് ആയിരുന്നു. എന്നിട്ട് ഇവർ മൈനോറിറ്റിയിലെ ആൾക്കാരാണ് പവർ ഗെയിൻ ചെയ്തത്. എന്നിട്ട് അവർ ഉണ്ടാക്കിയ റൂൾസൊക്കെ എത്ര ക്രൂരമായിട്ടായിരുന്നു. ഈ ബ്ലാക്കിന് ലാൻഡ് ഓൺ ചെയ്യാൻ പറ്റൂല, അവർക്ക് വേറെ പബ്ലിക് ഫെസിലിറ്റീസൊക്കെ വേറെ, അവർ ഇവരുടെ ഏരിയയിൽ വരാൻ പറ്റൂല, അങ്ങനത്തെ പല ഭയങ്കര ക്രൂവലായിട്ടുള്ള റൂൾസ് അവർ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഈ റൂൾസിനൊക്കെ എതിർത്തൊരു ബ്ലാക്ക് ആളായിരുന്നു നെൽസൺ മണ്ടേല. അപ്പോൾ ഇവർ കൊണ്ടുവന്ന റൂൾസ് ആദ്യം സ്റ്റാർട്ടിങ് ആൻഡ് ഓൾ ദേ പീസ്ഫുള്ളി ദേ റിവോൾട്ടഡ്, മീൻസ് ഡിസോബീഡിയൻസ് കാണിച്ചിട്ടും അങ്ങനെ. പിന്നെ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് ദേ സ്റ്റാർട്ടഡ് ആക്ടിങ് അഗെയിൻസ്റ്റ് ദ ഗവൺമെൻറ്. ഓക്കെ, revolting against it. If we see, it is during the 1948 that this government was established. അപ്പോൾ നമ്മളൊക്കെ ഫ്രീഡം കിട്ടി ഒന്ന് നന്നാവാൻ തുടങ്ങിയതിൻ്റെ ശേഷമാണ് സൗത്ത് ആഫ്രിക്ക ബാക്കോട്ട് പോയത്. എന്നിട്ട് കുറേ വർഷം വരെ ഓൾമോസ്റ്റ് 50 ഇയേഴ്സ് ആ അപ്പാർത്തൈഡ് സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടം വി കനോട്ട് സേ ഇറ്റ് ഇസ് എ വെരി ബാക്ക്വേർഡ് ഇയേഴ്സ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഡെവലപ്പ് ചെയ്ത് ഇൻഡിപെൻഡൻസ് എല്ലാ കൺട്രിക്കും കിട്ടി, സ്വന്തം കാര്യം നല്ലപോലെ നോക്കി. അങ്ങനെ വരുന്ന ഒരു സമയത്താണ് സൗത്ത് ആഫ്രിക്ക റിവേഴ്സ് ഗിയറിൽ പോയത്. എന്നിട്ട് എത്ര റിവേഴ്സ് പോയെന്നറിയാം, ഫുൾ കൺട്രിക്ക് മനസ്സിലാവേണ്ട അവിടെ തെറ്റായി ചെയ്യുന്ന എല്ലാ കൺട്രീസും അതിനെ എതിർക്കുന്നുണ്ട്. ഈവൻ ഇന്ത്യ ഹാസ് കൺവേഡ് ദ മെസ്സേജ് ദാറ്റ് വാട്ട് യു ആർ ഡൂയിങ് ഇസ് റോങ്, ദിസ് ഇസ് നോട്ട് ടു ബി ഡൺ, അങ്ങനെയൊക്കെ. അപ്പോൾ എത്ര എതിർത്തെന്ന് വെച്ചാൽ യുണൈറ്റഡ് നേഷൻസ് വന്ന് സൗത്ത് ആഫ്രിക്കനെ അവരുടെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി. നിങ്ങൾ അപ്പാർത്തൈഡ് സിസ്റ്റം മാറ്റില്ലെങ്കിൽ നമ്മൾ യുണൈറ്റഡ് നേഷൻസിൽ കൺസിഡർ ചെയ്യൂല എന്ന് വരെ പറഞ്ഞ്. എന്നിട്ടും സൗത്ത് ആഫ്രിക്ക അതിന് മാറ്റം വരുത്തിയില്ല. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഡിസ്മിസ് സൗത്ത് ആഫ്രിക്ക ഫ്രം ദെയർ യൂണിയൻ. അപ്പോൾ ഈ വൈറ്റ് മൈനോറിറ്റിയാണ് മജോറിറ്റി ആയിട്ടുള്ള പീപ്പിളിനെ സപ്രസ് ചെയ്തിട്ട് ഓൺ ദ ബേസിസ് ഓഫ് കളർ അവരുടെ റൈറ്റ്സ് ഒന്നും കൊടുക്കാതെ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഉണ്ടാക്കി, ഓരോ റൂൾസ് ഉണ്ടാക്കി. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പാർത്തൈഡ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അങ്ങനെയായിരുന്നു. പിന്നെ ഈ നെൽസൺ മണ്ടേല എതിർത്തതുകൊണ്ട് കുറേ ബിഗ് പാർട്ട് ഓഫ് ഹിസ് ലൈഫ് 30 ഇയേഴ്സ് ജയിലിലായിപ്പോയി. അപ്പോൾ അത്രയും കാലം ജയിലിൽ കഴിഞ്ഞത് ഈ സിസ്റ്റം എതിർത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ ഫുൾ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ തുടങ്ങിയപ്പം എല്ലാവരും ഭയങ്കര പ്രഷർ കൊടുത്തപ്പം ആ പ്രഷറിന് കീഴ്വഴങ്ങിയാണ് നെൽസൺ മണ്ടേലനെ റിലീസ് ചെയ്തത്, ജയിലിൽ നിന്ന് റിലീസ് ചെയ്തത്. അപ്പോൾ അവിടെ ഉണ്ടായ ഗവൺമെൻറ് വന്ന് ക്ലേർക്കിൻ്റെ ഗവൺമെൻറ് ആയിരുന്നു. അപ്പോൾ കുറേ വൈറ്റ് ആൾക്കാർക്കും ഇത് മനസ്സിലാവേണ്ട തെറ്റാണ്, ഇങ്ങനെ അവരും എതിർക്കുന്നുണ്ട്. പക്ഷെ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അപ്പാർത്തൈഡിനെ ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലാർക്ക് എന്ന് പറഞ്ഞാൽ വൈറ്റ് ആളായിരുന്നു. അവൻ അവരുടെ മിനിസ്ട്രിയൊക്കെ ഒന്ന് ഏറ്റെടുത്തപ്പം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ തുടങ്ങി. ഈ അപ്പാർത്തൈഡിനെ ബേസിക്കായിട്ട് റിമൂവ് ചെയ്യാൻ എന്തൊക്കെ അമെൻമെൻറ്റ്സാണ് വേണ്ടിയത് കോൺസ്റ്റിറ്റ്യൂഷനിൽ, അതൊക്കെ വരുത്താൻ തുടങ്ങി. പിന്നെ നെൽസൺ മണ്ടേലയും റിലീസായതിൻ്റെ ശേഷം അവരും ആക്റ്റീവ്ലി ഇതിനെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ പിന്നെ ഒരു ഫെയർ എലക്ഷൻസ് നടന്നു. ഈ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ അപ്പാർത്തൈഡ് സിസ്റ്റം ഇല്ലാതാക്കിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് പിന്നെ ഒരു ഫെയർ എലക്ഷൻസ് നടന്നതിൽ നെൽസൺ മണ്ടേലൻ്റെ പാർട്ടി ജയിച്ചു. അങ്ങനെ ആദ്യമായിട്ടാണ് ഒരു ബ്ലാക്ക് ആൾ അവിടുത്തെ സൗത്ത് ആഫ്രിക്കയിൽ ആദ്യമായിട്ടാണ് ഒരു ബ്ലാക്ക് ആൾ പ്രസിഡൻ്റായിട്ട് വരുന്നത്.
അപ്പോൾ ദാറ്റ് വാസ് നെൽസൺ മണ്ടേല. അപ്പോൾ നെൽസൺ മണ്ടേലേൻ്റെ എക്സ്പീരിയൻസ് ഒക്കെയാണ് ഈ ബുക്കിലുള്ളത്, അവരുടെ ഓട്ടോബയോഗ്രഫിയിലുള്ളത്, ഓൾ ദ എക്സ്പീരിയൻസസ് ഓഫ് നെൽസൺ മണ്ടേല. അപ്പോൾ ഈ പോർഷൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷനിൽ അന്നത്തെ ദിവസത്തെ കാര്യം പറയുന്നവൻ നെൽസൺ മണ്ടേല ആഫ്റ്റർ വിന്നിങ് അവരുടെ ശപഥം നടക്കുന്ന ചടങ്ങ് നടക്കുകയാണ്, അപ്പോഴത്തെ എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് പറയാണ് ഈ ലെസണിലുള്ളത്. Okay, so let us start reading the lesson. May dawn bright and clear. For the past few days, I had been pleasantly besieged by dignitaries and world leaders who were coming to pay their respects before the inauguration. The inauguration would be the largest gathering ever of international leaders on South African soil. അപ്പോൾ നെൽസൺ മണ്ടേല മൂപ്പറ ബുക്കിൽ എഴുതാണ് 10th മെയ്നെ പറ്റിയിട്ടാണ് എഴുതുന്നത്. സാധാരണ ഒരു നല്ല ക്ലിയർ ആൻഡ് ബ്രൈറ്റ് ഡോൺ ആൻഡ് മോർണിംഗ് ആയിരുന്നു. എന്നിട്ട് അപ്പോൾ കുറച്ച് ദിവസം അന്ന് മൂപ്പര് ജയിച്ചതിൻ്റെ ശേഷം ഈ ചടങ്ങിന് കുറച്ച് സമയമാവുമല്ലോ, ഇനോഗ്രേഷൻ്റെ ചടങ്ങിന്. അപ്പോൾ ആ സമയത്തിൽ കുറേ വേൾഡിലെല്ലാം ഡിഗ്നിറ്ററീസ് അവനെ കാണാൻ വന്നിട്ടുണ്ട്. സോ ഹീ സേയിങ് ഓൾ ദ ഡിഗ്നിറ്ററീസ് ഫ്രം ദ വേൾഡിലെല്ലാം ബാക്കി കൺട്രീസിൻ്റെ പ്രൈം മിനിസ്റ്റേഴ്സും പ്രസിഡൻസും അവരൊക്കെ കൊൺഗ്രാജുലേറ്റ് ചെയ്യാൻ ഇൻ പേഴ്സൺ ദേ കെയിം ടു സൗത്ത് ആഫ്രിക്ക ആൻഡ് സപ്പോർട്ട് നെൽസൺ മണ്ടേല. The ceremonies took place in the lovely sandstone amphitheatre formed by the Union Buildings in Pretoria. അപ്പോൾ പ്രിട്ടോറിയ പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ആംഫി തിയേറ്ററിലാണ് ഇത് നടന്നത്. ഇതാണ് പ്രിട്ടോറിയൻ്റെ ആംഫി തിയേറ്റർ. അപ്പോൾ ആംഫി തിയേറ്റർ ഈസ് വാട്ട് ആൻ ഓപ്പൺ ഗ്രൗണ്ട്. അപ്പോൾ ഇവിടെയാണ് ആ സെറിമണി നടക്കാൻ പോകുന്നത്. ഇത്രയും കാലം വരെ ഈ സെറിമണിയിൽ ഈ സ്ഥലത്ത് ഫോർ ഡിക്കേറ്റ്സ് മീൻസ് 10 ഇയേഴ്സിൻ്റെ കാലഘട്ടം, അത്രയും വർഷം വരെ വൈറ്റിൻ്റെ സുപ്രീമസി ആയിരുന്നു ഇവിടെ. For decades this has been the seat of white supremacy, and now it was the site of a rainbow gathering of different colors and nations for the installation of South Africa's first democratic non-racial government. അപ്പോൾ നെൽസൺ മണ്ടേല എഴുതാൻ ഇത്രയും കാലം വരെ അവിടെ വെറും വൈറ്റ് ആയിരുന്നു. ഇന്ന് നോക്കുമ്പോൾ റെയിൻബോ കളേഴ്സ് എന്ന് പറയാൻ കാരണം എല്ലാവരും ഉണ്ട് അവിടെ. ബ്ലാക്ക് പീപ്പിൾ ഉണ്ട്, ലൈറ്റ് കളർ പീപ്പിൾ ഉണ്ട്, വൈറ്റ് പീപ്പിൾ ഉണ്ട്. അപ്പോൾ മൂപ്പർ യൂസ് ചെയ്തൊരു ടേമാണ് റെയിൻബോ കളേഴ്സ്. ആൻഡ് ഈ സെയിങ് they are all gathered there for the installation of South Africa's first democratic non-racial government. ഇങ്ങനത്തെ ഗവൺമെൻറ് ഫസ്റ്റ് ടൈമാണ് സൗത്ത് ആഫ്രിക്കയിൽ ഹിസ്റ്ററിയിൽ എസ്റ്റാബ്ലിഷ് ആവണം. വേർ ദ നേറ്റീവ് മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ, അവരുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ ജയിച്ച് വന്ന് ശപഥം എടുക്കാൻ പോകണം. അപ്പോൾ റെസ്റ്റ് ഓഫ് ദ കൺട്രീന്ന് ഡിഗ്നിറ്ററീസ് എല്ലാവരും വന്നിട്ട് അതിന് വിറ്റ്നസ് ആയിട്ട് അവിടെ നിൽക്കാൻ വന്നിട്ടുണ്ട്. On that lovely autumn day, I was accompanied by my doctor Zenani. അപ്പോൾ മൂപ്പര മോളെ പേരാണ് സെനാനി. അന്ന് ഓട്ടമിൻ്റെ സീസൺ ആയിരുന്നു. ആൻഡ് his daughter was with him on that day. On the podium, Mr. de Klerk was first sworn in as second deputy president. അപ്പോൾ അന്ന് കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, ഓരോ പൊസിഷനിലേക്കുള്ള ആൾക്കാർ, എല്ലാവരെയും സ്വെയറിംഗ് ഇൻ സെറിമണി, ശപഥം എടുക്കുന്ന സെറിമണി നടക്കും. അപ്പോൾ നെൽസൺ മണ്ടേല എഴുതാണ് ഫസ്റ്റ് ഡി ക്ലെർക്കിൻ്റെ ആണ് നടന്നത്. മൂപ്പർ ഒരു സെക്കൻഡ് ഡെപ്യൂട്ടി പ്രസിഡൻറ്റിൻ്റെ പൊസിഷനിലേക്കാണ് എലക്റ്റ് ആയത്. ദെൻ താബോ മേക്കി വാസ് സ്വോൺ ഇൻ ആസ് ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രസിഡൻറ്റ്. നെക്സ്റ്റ് ഊഴം വന്നത് താബോ മേക്കിൻ്റെ ആയിരുന്നു ഫോർ ദ പൊസിഷൻ ഓഫ് ഡെപ്യൂട്ടി പ്രസിഡൻറ്റ്. When it was my turn, I pledged to obey and uphold the Constitution and to devote myself to the well-being of the Republic and its people. To the assembled guests and the watching world, I said. ഇപ്പോൾ നെൽസൺ മണ്ടേല അതൊക്കെ പറയാൻ നെക്സ്റ്റ് മൂപ്പര ടൈം വന്നു. നെക്സ്റ്റ് ഇറ്റ് വാസ് ഹിസ് ടൈം ടു ഡു ദ സ്വെയറിങ് ഇൻ. അപ്പോൾ മൂപ്പരുടെ ടൈം വന്നപ്പോൾ മൂപ്പർ എന്തൊക്കെ സ്വെയർ ചെയ്ത് ഹി പ്ലെഡ്ജ്ഡ്, ശപഥം ചെയ്ത് ഒക്കെ ഒബേ ചെയ്യും, കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളതൊക്കെ ഒബേ ചെയ്യും. ഫോർ ദ വെൽബീയിങ്, നന്മക്ക് വേണ്ടി, ആ നാട്ടിലുള്ള എല്ലാവരുടെ നന്മക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. ഓക്കെ. പിന്നെ അവിടുത്തെ ഗസ്റ്റിനൊരു സ്പീച്ച് മാതിരി പറഞ്ഞു. എന്തായിരുന്നു? ടുഡേ all of us do by our presence here confer glory and hope to newborn liberty. ന്യൂബോൺ ലിബർട്ടി ഈസ് ഫ്രീഡം. സൗത്ത് ആഫ്രിക്ക ന്യൂലി കാണുന്ന ഒരു ഫ്രീഡം ആയിരുന്നു അത്. അപ്പോൾ നെൽസൺ മണ്ടേല സ്പീച്ചിൽ പറയാണ്, ഇത് ഞങ്ങളെല്ലാവരും ഈ ന്യൂബോൺ ലിബർട്ടിയിൽ വി ആർ ഓൾ കീപ്പിംഗ് അവർ ഹോപ്പ് ഓൺ ദാറ്റ്.
Out of the experience of an extraordinary human disaster that lasted too long must be born a society of which all humanity will be proud. അപ്പോൾ മൂപ്പർ പറഞ്ഞത് ഈ ഇങ്ങനത്തെ ഇത്രയും സഹിച്ച് വന്ന സൊസൈറ്റിക്കാണ് ഇപ്പോൾ ഫ്രീഡം കിട്ടിയത്. അപ്പോൾ ഇനി വരുന്ന കാലത്തിൽ ഈ സൊസൈറ്റി പെർഫോം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഷുഡ് ഫീൽ പ്രൗഡ് അബൌട്ട് ദാറ്റ് കൺട്രി. അങ്ങനത്തെ ഒരു കൺട്രിയായി മാറണം സൗത്ത് ആഫ്രിക്ക. അപ്പോൾ ഭയങ്കര ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞ്. ശരിക്കും സൗത്ത് ആഫ്രിക്കൻ്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ അങ്ങനെ തന്നെ ആയിരുന്നു. ഇനി ബ്ലാക്ക് പവറിൽ വന്നപ്പം അവർക്ക് ശരിക്കും വൈറ്റ്സിനെ ഭയങ്കരമായിട്ട് എതിർക്കായിരുന്നു. വൈറ്റ്സ് മൈനോറിറ്റിയാണ് അവിടെ. അപ്പോൾ ഈ മെജോറിറ്റി പീപ്പിൾ പവറിൽ വന്നിട്ട് പിന്നെയും അവർ ആ മൈനോറിറ്റീനെ സപ്രസ് ചെയ്താൽ ഈ സൗത്ത് ആഫ്രിക്ക ഒരിക്കലും മുന്നോട്ട് കയറി വരില്ലായിരുന്നു. അപ്പോൾ അവർ അഡോപ്റ്റ് ചെയ്ത പോളിസി എന്തായിരുന്നു? ഫൊർഗിവ്നെസ് ആണ് അഡോപ്റ്റ് ചെയ്തത്. അത് എത്ര നല്ല പോളിസിയാണ്. ഇഫ് വെൻ യു ഫൊർഗിവ് ദെൻ യു ബോത്ത് സ്റ്റാൻഡ് ഓൺ ദ സെയിം ലെവൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഡിഫറൻസിയേഷൻ ഇല്ല. എന്നിട്ടാണ് ഈ കൺട്രി നല്ലപോലെ മുന്നോട്ട് വരാൻ ഹെൽപ്പ് ചെയ്തത്. We who were outlaws not so long ago have today been given the rare privilege to be host to the nations of the world on our own soil. അപ്പം ഔട്ട്ലോസ് മീൻസ് ലോന്ന് പുറത്താക്കി പറ്റ ആൾക്കാരായിരുന്നു ഈ ബ്ലാക്ക് ആൾക്കാർ. ലോന് ഓരോ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവൻ പറയാണ്, ഞങ്ങൾ ഇത്രയും ദിവസം ഈ ലോൻ്റെ പുറത്തായിട്ട് നിന്ന ആൾക്കാരാണ്. ഇനി ഞങ്ങൾക്ക് ഇന്ന് ആ പ്രിവിലേജ് കിട്ടിയിട്ടുണ്ട്. ഈ വേൾഡിലത്തെ നല്ല വലിയ വലിയ ആൾക്കാർ ഈ സോയിലിലേക്ക് വന്ന് നമ്മൾ ഗസ്റ്റായിട്ട് വരുന്നതിന് സ്വീകരിക്കാനുള്ള അവകാശം നമുക്ക് കിട്ടി ഫസ്റ്റ് ടൈം. We thank all of our distinguished international guests for having come to take possession with the people of our country of what is, after all, a common victory for justice, for peace, for human dignity. അപ്പോൾ നെക്സ്റ്റ് സെൻറ്റൻസ് ഓൻ പറയാണ്, ആൻഡ് ഹീ ഈസ് വെരി പ്രിവിലേജ്ഡ് ആൻഡ് താങ്ക്ഫുൾ ടു ഓൾ ദ ഡിഗ്നിറ്ററീസ്. അവിടെ ആ ഗസ്റ്റായിട്ട് വന്ന എല്ലാ കൺട്രീസിൻ്റെ ഡിഗ്നിറ്റീസിനോട് താങ്ക്സ് പറയാൻ ഇവിടേക്ക് വന്നതിന്. ആൻഡ് ദിസ് വാസ് ഇൻഡീഡ് എ വിക്ടറി, ജസ്റ്റിസിൻ്റെ ഒരു വിക്ടറി ആയിരുന്നു ഇത്. ആൻഡ് ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് പീസ് ഈസ് ഗോയിങ് ടു ബി റിഗാർഡഡ് ഫസ്റ്റ്. We have at last achieved our political emancipation. We pledge ourselves to liberate all our people from the continuing bondage of poverty, deprivation, suffering, gender, and other discrimination. Emancipation means to become free. Okay. അപ്പോൾ സൗത്ത് ആഫ്രിക്ക ഇപ്പോൾ കണ്ട പുതിയ ഫ്രീഡം ആയിരുന്നു ഇത്. ഈ ലാസ്റ്റ് ഇയേഴ്സിൽ അച്ചീവ് ചെയ്ത ഫ്രീഡം ആയിരുന്നു. അതിപ്പോൾ അവർ ഈ സമയത്ത് പ്ലഡ് ചെയ്യാണ്, ഇനി നമ്മളെ കൺട്രിയിൽ നമ്മൾ പോവർട്ടി, ഡിപ്രവേഷൻ, സഫറിങ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, അതർ ഡിസ്ക്രിമിനേഷൻ എല്ലാത്തിനും പുറത്തേക്ക് കൊണ്ടുവരുമെന്ന്. Never, never, and never again shall it be that this beautiful land will again experience the oppression of one by another. So he is saying, ഇനിയും എല്ലാവർക്കും ഒരിക്കലും ഇവിടെ ഒരു അപ്രഷനും നടക്കാൻ പോണില്ല. The sun shall never set on so glorious a human achievement. Let freedom reign. God bless Africa. അപ്പോൾ അവൻ്റെ സ്പീച്ച് അവൻ കൺക്ലൂഡ് ചെയ്യാണ്, ഇനി ഇവിടെ ഒരു അസ്തമം ഉണ്ടാവാൻ പോണില്ല. And then let freedom reign always. Let there be freedom's rule in South Africa. May God bless. A few moments later, we all lifted our eyes in awe as a spectacular array of South African jets, helicopters, and troop carriers roared in perfect formation over the Union buildings. അപ്പോൾ ഈ സ്പീച്ചൊക്കെ പറഞ്ഞിട്ട് അടുത്ത പരിപാടി എന്താണ്? ഈ യു മസ്റ്റ് ഹവ് സീൻ നോ വെൻ വി സീ അവർ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻസ് ആൻഡ് ഓൾ. ഈ എയർക്രാഫ്റ്റ് ഈ നമ്മൾ എയർഫോഴ്സിൻ്റെ ആൾക്കാർ ജെറ്റ്സൊക്കെ റൺ ചെയ്തിട്ട് ഫ്ലാഗിൻ്റെ കളേഴ്സൊക്കെ സ്പ്രെഡ് ചെയ്യും. അങ്ങനെ ദാറ്റ് വാസ് ദ നെക്സ്റ്റ് വെരി സ്പെക്ടാക്കുലർ ഷോ ദേ ഹാഡ്. It was not only to display a point of precision and military force, but a demonstration of the military's loyalty to democracy, to a new government that had been freely and fairly elected. അപ്പോൾ ഇതൊരു കലാപരിപാടി മാത്രമായിരുന്നില്ല, ഒരു മിലിറ്ററിൻ്റെ ആ കൺട്രിക്കുള്ള ഡെഡിക്കേഷനുമായിരുന്നു കാണിക്കുന്നത്. എന്നിട്ട് ഹൗ ദേ ആർ വില്ലിംഗ് ടു serve loyally for the newly formed government. Only moments before, the highest generals of the South African Defence Force and Police, their chests bedecked with ribbons and medals from days gone by, saluted me and pledged their loyalty. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി,
മിനിറ്റ്സ് ബിഫോർ മീൻസ് ഓൺ കുറച്ച് നേരം മുന്നേ തന്നെ ഇവർ ആൾക്കാരൊക്കെ ആരൊക്കെ ഭയങ്കര വലിയ വലിയ പൊസിഷനിൽ നിൽക്കുന്ന ഡിഫൻസ് ഫോഴ്സിൻ്റെ ആൾക്കാർ, പോലീസിൻ്റെ ആൾക്കാർ, അവരുടെ നെഞ്ഞത്ത് കുറേ റിബൺസും മെഡൽസും ഒക്കെ തൂങ്ങുന്ന അത്രയും ഈ വർഷം ഈ കാലത്തിൽ അവർക്ക് കിട്ടിയ റിവാർഡ്സ് ആയിരിക്കും അത്. അങ്ങനത്തെ ആൾക്കാർ വന്ന് ഇവനെ സല്യൂട്ട് ചെയ്യാനും, ഈസ് ദ ന്യൂ പ്രസിഡൻറ്റ്, അപ്പോൾ അവരുടെ ലോയാലിറ്റി കാണിക്കാൻ വേണ്ടി വന്നിട്ട് ഇവൻ്റെ മുന്നിൽ സല്യൂട്ട് ചെയ്യാനും. I was not unmindful of the fact that not so many years before they would not have saluted but arrested me. അപ്പോൾ നെൽസൺ മണ്ടേല ആ സമയം ആലോചിക്കാണ്, ഇപ്പോൾ ഇവർ എന്നെ സല്യൂട്ട് ചെയ്യണ്ടല്ലോ, പക്ഷെ കുറച്ച് വർഷങ്ങൾ മുന്നേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ they would not have saluted me, rather they would have arrested me. Finally, a chevron of Impala jets left a smoke trail of the black, red, green, blue, and gold of the South African flag. അപ്പോൾ ലാസ്റ്റ് കലാപരിപാടി അതോടെ കഴിഞ്ഞു. The day was symbolized for me by the playing of our two national anthems and the vision of whites singing Kosi Sikele Africa and black singing Die Stem, the old anthem of the Republic. അപ്പോൾ ഇതിൽ കാര്യമായിട്ട് നെൽസൺ മണ്ടേല ശ്രദ്ധയിൽ വന്ന കാര്യം എന്തായിരുന്നു, അവിടെ 2 നാഷണൽ ആന്തം അന്ന് സിങ്ക് ചെയ്തു. അപ്പോൾ അത് ശരിക്കും ഒരു രണ്ടാളും പാടുമ്പം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒരു ഫ്രണ്ട്ഷിപ്പിലാണ് പാടുന്നത്. Although that day neither group knew the lyrics of the anthem they once despised, they would soon know the words by heart. അപ്പോൾ നെൽസൺ മണ്ടേല പറയാണ്, ഇവർ രണ്ടാളും പാടുന്നുണ്ട്, പക്ഷെ അവർക്ക് രണ്ടാൾക്കും ലിറിക്സ് ശരിക്കും അറിയില്ല. ഇത്രയും ദിവസം ഒരു വെറുത്തൊരു പാട്ടായിരുന്നല്ലോ ഇപ്പോൾ ഏറ്റെടുത്ത് പാടുന്നത്, രണ്ടാളും ഓപ്പോസിറ്റ് ഗ്രൂപ്പ്സിൻ്റെ പാട്ടാണ് പാടുന്നത്. അപ്പോൾ അവർ പറയാം, ഇത്രയും കാലം ഇങ്ങനെ ഒരു വെറുത്തൊരു പാട്ട് ഇപ്പോൾ അവർ ശരിക്കും ഈ കൺട്രിക്കും വേണ്ടി ഒന്നായിട്ട് അവർ പാടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ലിറിക്സ് അറിയില്ലെങ്കിലും soon they will learn it by heart. On the day of the inauguration, I was overwhelmed by with a sense of history. In the last decade of the 20th century, a few years after the bitter Anglo-Boer War and before my own birth, the white-skinned peoples of South Africa patched up their differences and erected a system of racial domination against the dark-skinned peoples of their own land. അപ്പോൾ ഇപ്പോൾ ഓട്ടോബയോഗ്രാഫിയിൽ നെൽസൺ മണ്ടേല ആ അപ്പാർത്തൈഡ് സിസ്റ്റം എങ്ങനെ വന്ന് ആ കാര്യത്തിനെ പറ്റിയിട്ട് പറയാണ്. ഈ വാറൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് ഈ വൈറ്റ് സ്കിൻഡ് പീപ്പിൾ അവിടുത്തെ ഭരണം ഏറ്റെടുത്തിട്ട് അവരൊരു സ്ട്രോങ് റേഷ്യൽ ഡോമിനേഷൻ തന്നെ ഉണ്ടാക്കി അഗെയിൻസ്റ്റ് ദ ഡാർക്ക് സ്കിൻ പീപ്പിൾ. The structure that they created formed the basis of one of the harshest, most inhuman societies the world has ever seen. അപ്പോൾ അവരുണ്ടാക്കിയ ഒരു ഭരണഘടന വന്ന് എങ്ങനെയായിരുന്നു, ഏറ്റവും ക്രൂവൽ, ഈ വേൾഡിൽ കാണാത്ത അത്രയും ക്രൂവലിറ്റി ഉള്ള ഒരു സിസ്റ്റമാണ് അവരുണ്ടാക്കിയത്. Now, in the last decade of the 20th century and my own 8th decade as a man, that system had been overturned forever and replaced by one that recognized the rights and freedoms of all peoples regardless of the color of their skin. അപ്പോൾ ഇത്രയും വർഷങ്ങളിൽ ഇങ്ങനെ നടന്നതൊക്കെ ഇപ്പോഴാണ് മാറുന്നത്. ഇറ്റ് ഹാസ് ബീൻ ഓവർടേംഡ് ഫോർ എവർ. ഇനി ഒരിക്കലും അവർ ബാക്കോട്ട് പോകാൻ പോകണില്ല. അങ്ങനെ നെൽസൺ മണ്ടേല പറയാൻ. ദാറ്റ് ഡേ ഹാഡ് കം about through the unimaginable sacrifices of thousands of my people whose suffering and courage can never be counted or repaid. അപ്പോൾ ഈ മാറ്റം വരുത്താൻ എത്രയോ ആൾക്കാർ അവരുടെ ജീവൻ ത്യജിച്ചിട്ടുണ്ട്. അപ്പോൾ നെൽസൺ മണ്ടേല പറയാണ്, ഇത്രയും ആൾക്കാർ, thousands of ആൾക്കാർ, they have made so many unimaginable sacrifices, അത് ഒരിക്കലും ഒരു വേസ്റ്റ് ആവില്ല. I felt that day, as I have on so many other days, that I was simply the son of all those African patriots who had gone before me. അപ്പോൾ നെൽസൺ മണ്ടേല ആലോചിക്കുകയാണ്, ഞാനിപ്പം വലിയ കാലമായിട്ട് പ്രസിഡൻ്റൊക്കെ ആയി, പക്ഷെ എൻ്റെ മുന്നിൽ എത്ര ആൾക്കാർ ഇതിനു വേണ്ടിയിട്ട് എത്രയോ വർക്ക് ഹാർഡ് ചെയ്തിട്ട് മരിച്ചിട്ട് വരെയുണ്ട്. അപ്പോൾ അവരെ പറ്റിയിട്ട് ആലോചിക്കുകയാണ്, ഞാൻ അവരുടെ ഒക്കെ ഒരു മകനാണ്, I symbolize all of them. That long and noble line ended and now began again with me. അപ്പോൾ അവരെ ആ കാലഘട്ടം, ആ വംശം കഴിഞ്ഞു, ഇനി അത് പുതിയൊരു ഇതായിട്ട് ഞാൻ തുടങ്ങി വെക്കാൻ പോവാണെന്ന്. I was pained that I was not able to thank them and that they were not able to see what their sacrifices had wrought. അപ്പോൾ അവൻ പറയാം, അവനക്ക് അതൊരു സങ്കടമുണ്ട്, അവർ എല്ലാവരും താങ്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം, ബിക്കോസ് ദേ ആർ നോ മോർ ദേർന്നു.
ആൻഡ് ഇപ്പം ഇവൻക്ക് കിട്ടിയ ഒരു പുതിയ അവർ നെയ്ച്ചെയിനിൽ ഫലം ഇവർക്കാണ് കിട്ടിയത്. അപ്പോൾ അത് താങ്ക് യു പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു ഖേദം നെൽസൺ മണ്ടേലക്ക് ഉണ്ട്. The policy of apartheid created a deep and lasting wound in my country and my people. ഈ അപ്പാർത്തൈഡ് അബോളിഷ് ചെയ്ത് പുതിയ ഗവൺമെൻറ് ഒക്കെ വന്ന് എന്നാലും ഇത്രയും കാലഘട്ടത്തിൽ അവർ ഫേസ് ചെയ്ത പ്രോബ്ലംസ് അതെല്ലാവരും മനസ്സിൽ നിന്ന് അത് ഒത്ര പെട്ടെന്ന് പോവില്ല. അത് അവരുടെ മനസ്സിൽ എവിടെയോ കിടക്കുന്നുണ്ടാവും. All of us will spend many years, if not generations, recovering from that profound hurt. അപ്പോൾ ആ വേദനയിൽ നിന്ന് പുറത്തു വരാൻ കുറച്ച് കാലഘട്ടം കഴിയും. അത്ര പെട്ടെന്ന് ആർക്കും അതൊക്കെ മറക്കാൻ പറ്റൂല. But the decades of oppression and brutality had another unintended effect, and that was that it produced the Oliver Tambos, the Walter Sissules, the Chief Luthulis, and Yusuf Dadus, the Bram Fishers, the Robert Sabuquets of our time. അപ്പം ഓരോ പേര് എന്നെ എടുത്ത് പറയാണ് നെൽസൺ മണ്ടേല. ഈ അപ്പാർത്തൈഡ് അതിൻ്റെ കൂടെ വന്നത് ദ ബെസ്റ്റ് ഓഫ് ദിസ് പീപ്പിളിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഇവരെല്ലാവരും അതിന് വേണ്ടി വർക്ക് ഹാർഡ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് പീപ്പിളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത്രയും പേര് ഓർത്ത് പറയാണ് നെൽസൺ മണ്ടേല അവൻ്റെ ബുക്കിൽ മെൻഷൻ ചെയ്യാണ്. The men of great courage, wisdom and generosity that their like may never be known again. ഈ ആൾക്കാരുടെ എത്ര കറേജും അവർ എത്ര ജനറസ് ആയിരുന്നു, എത്ര ദയാലു ആയിരുന്നു, എത്ര ബുദ്ധിമാന്മാരായിരുന്നു. അങ്ങനത്തെ ഒരു മനുഷ്യന്മാരെ ഇനി ഈ വേൾഡ് ഒരിക്കലും നെക്സ്റ്റ് ഒന്ന് കാണാൻ പോണില്ല. Perhaps it requires such depths of oppression to create such heights of character. അവരുടെ അത്രയും നല്ല ക്യാരക്ടർ കാണിക്കുന്ന എന്താണ്, അത്രയും അവിടെ ഒപ്രഷൻ അവർ സഹിച്ചിട്ടുണ്ട്. അത്രയും ഡെപ്ത്സ് ഓഫ് ഒപ്രഷൻ, അത്രയും അടിയിൽ പോയിട്ടുണ്ട് അവിടെ ഒപ്രഷൻ. അപ്പോഴാണ് ഇത്രയും നല്ലൊരു ക്യാരക്ടർ അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നത്, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ എമേർജ് ആയത്. അത് ശരി തന്നെയല്ല, ഒരു ഒപ്രഷൻ എത്രയും സഹിക്കുന്നോ അത്രയാണ് ആ ആൾക്കാർ എതിർക്കാൻ വരുന്ന ആൾക്കാരുടെ സ്ട്രെങ്ത് കൂടി വരാം. My country is rich in the minerals and gems that lie beneath its soil, but I have always known that its greatest wealth is its people, finer and truer than the purest diamonds. അപ്പോൾ ആഫ്രിക്കൻ്റെ ആൾക്കാരിനെ പറ്റിയിട്ട് പറയാണ്, അവരുടെ മനസ്സ് എത്ര ഒരു പ്യുവർ ഡയമണ്ടിൻ്റെ മാതിരിയാണ്. എൻ്റെ കൺട്രിയിൽ കുറേ മിനറൽസ് ഒക്കെ ഉണ്ടാവാം, പക്ഷെ ഞാൻ പറയാം എൻ്റെ കൺട്രീൻ്റെ സ്വത്ത് എൻ്റെ കൺട്രീൻ്റെ ആൾക്കാരാണ്. ഓക്കെ, ദേ ആർ സോ പ്യുവർ ആൻഡ് ട്രൂ ലൈക്ക് ഡയമണ്ട്സ്. It is from these comrades in the struggle that I learned the meaning of courage. അപ്പോൾ ഈ ആൾക്കാരുടെ അടുത്ത് നിന്നാണ്, ഈ സ്ട്രഗിളിൽ പങ്കെടുത്ത ഈ ആൾക്കാരുടെ അടുത്ത് നിന്നാണ് നെൽസൺ മണ്ടേലക്ക് കറേജിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായത്. Time and again I have seen men and women risk and give their lives for an idea. ഒരു ഐഡിയക്ക് സഫലമാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ അവരുടെ ജീവൻ വരെ ത്യജിക്കുന്നത് കണ്ടിട്ടുണ്ട് നെൽസൺ മണ്ടേല. I have seen men stand up to attacks and torture without breaking, showing a strength and resilience that defies the imagination. അപ്പോൾ പറയുന്നത് ഇവൻ അങ്ങനത്തെ ആൾക്കാരെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാർ അവർക്ക് എന്താ ഒപ്രസ് ചെയ്യുന്നത്, അവർ എതിർത്തപ്പം ഒരു പണിഷ്മെൻറ്റ് കിട്ടുമല്ലോ, ആ പണിഷ്മെൻറ്റിൻ്റെ മുന്നിൽ മുട്ടുമടങ്ങാതെ നിന്ന് കൊടുത്ത ആൾക്കാർ, അത്രയും ധൈര്യമായിട്ട് നിന്ന ആൾക്കാർ. വി ആർ അഗെയിൻസ്റ്റ് മീൻസ് അഗെയിൻസ്റ്റ്, ഇനി നിങ്ങൾ എന്ത് വേണമെങ്കിലും കാട്ടിക്കോലും നമ്മൾ സഹിച്ചോളാം, ആ ആറ്റിറ്റ്യൂഡായിട്ട് നിൽക്കുന്ന ആൾക്കാരെ നെൽസൺ മണ്ടേല സ്വന്തം കണ്ട് അവരെ കൂടെ പഴകിയിട്ടുണ്ട്. Resilience means the ability to deal with any kind of hardship and recover from its effects. ഒന്നും തീരെ നമ്മൾ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത പോലെ അത്രയും സഹിച്ച് പിന്നെ ഉയർന്ന് നീച്ച് വന്നിട്ടുണ്ട്. അതൊക്കെ നെൽസൺ മണ്ടേല കണ്ടിട്ടുണ്ട്. I learned that courage was not the absence of fear, but the triumph over it. The brave man is not he who does not feel afraid, but he who conquers that fear. അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ആണ് കേട്ടോ, ഇത് ചോദിക്കാറുണ്ട്. അപ്പോൾ നെൽസൺ മണ്ടേല ഇതൊക്കെ കണ്ടിട്ട് എന്താ പഠിച്ചത്? കറേജ് വന്ന്, ധൈര്യം വന്ന്, പേടിയില്ലായ്മയല്ല ധൈര്യത്തിൻ്റെ പരിഭാഷ. ധൈര്യം എന്താണ്? പേടിനെ വിജയിച്ച ആളാണ് ധൈര്യശാലി. അപ്പോൾ എ ബ്രേവ് മാൻ ഇസ് നോട്ട് ദ വൺ ഹു ഡസ് നോട്ട് ഫീൽ അഫ്രേഡ്. ഒരു പേടിയില്ല എന്ന് പറയുന്ന ആളല്ല ബ്രേവ് ആയിട്ടുള്ള ആൾ. ബ്രേവ് ആയിട്ടുള്ള ആൾ ആരാണ്? ഹു ക്യാൻ കോൺകർ ഹിസ് ഫിയർ. ഹി ഈസ് ബ്രേവ്. Okay children, let us stop for this video. I'll continue this lesson in the next video. Okay, bye.